CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് FC ഗോവയും പഞ്ചാബ് FCയുമായിരുന്നു. ഏതായാലും ഈ ഒരു മത്സരം 3-3 എന്ന സ്കോറിൽ സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത്. FC ഗോവയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് കാൾ മെഗ് എന്ന സൂപ്പർ താരമാണ്. ഈ ഒരു താരം 5-ാം മിനിറ്റിലാണ് ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ശേഷം രണ്ടാം പകുതി കഴിഞ്ഞപ്പോൾ പഞ്ചാബ് FCക്ക് വേണ്ടിയിട്ട് അവരുടെ സൂപ്പർ സ്ട്രൈക്കറായ ജോർദാനാണ് ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗോൾ 54-ാം മിനിറ്റിലായിരുന്നു പിറന്നിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷവും പിന്നെയും പഞ്ചാബ് FCയാണ് ഗോൾ അടിച്ചിട്ടുള്ളത്. അവരുടെ സൂപ്പർ താരമായ ലൂക്കയാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. താരം പഞ്ചാബ് FCയുടെ ക്യാപ്റ്റൻ കൂടിയാണ്. ഏതായാലും ഈ ഒരു ഗോൾ പിറന്നിട്ടുണ്ടായിരുന്നത് 61-ാം മിനിറ്റിലാണ്. ഇതിനുശേഷം ഗോവയാണ് ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. 72-ാം മിനിറ്റിൽ ഒരു പെനാൾട്ടിയിലൂടെ നോഹ സദു എന്ന സൂപ്പർ താരമാണ് ഗോവയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയത്. ഇതിനുശേഷം പഞ്ചാബ് FCക്ക് വേണ്ടിയിട്ട് 78-ാം മിനിറ്റിൽ ജുവാൻ മെറ എന്ന സൂപ്പർ താരം ഒരു ഗോൾ കണ്ടെത്തി. ഇതോടെ 3-2 എന്ന സ്കോറിലായി മത്സരം. അങ്ങനെ അവസാന മിനിറ്റ് അഥവാ 84-ാം മിനിറ്റിലേക്ക് എത്തിയപ്പോഴേക്കും FC ഗോവയുടെ സൂപ്പർ താരമായ കാർലോസ് മാർട്ടിനസ് ഒരു ഗോൾ കണ്ടെത്തി. ഇതോടെ 3-3 എന്ന സ്കോറിലായി മത്സരം. ഏതായാലും ഇതിനുശേഷവും എക്സ്ട്രാ ടൈമിലൊക്കെ ഇരു ടീമുകളും ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഏതായാലും നമുക്ക് ഇന്നത്തെ മാച്ചിന്റെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടക്കാം. സ്റ്റാറ്റസിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഷോട്ടുകളാണ്. FC ഗോവയുടെ ഭാഗത്തു നിന്നും 24 ഷോട്ടുകളാണ് ഉതിർന്നിട്ടുള്ളത്. പഞ്ചാബ് FCയുടെ ഭാഗത്തു നിന്നും വെറും 9 ഷോട്ടുകൾ മാത്രമാണ് ഉതിർന്നിട്ടുള്ളത്. ഇതിൽ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ ഗോവയുടെ ഭാഗത്തു നിന്നും 9 ഷോട്ടുകളാണ് വന്നിട്ടുള്ളത്. പഞ്ചാബ് FCയുടെ ഭാഗത്തു നിന്നും വെറും 3 ഷോട്ടുകൾ മാത്രമാണ് പിറന്നിട്ടുള്ളത്. ഇനി ഓവറോൾ പൊസിഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ 61% FC ഗോവയുടെ പൊസിഷനായി കണക്കാക്കിയിട്ടുള്ളത്. 39% മാത്രമാണ് പഞ്ചാബ് FCയുടെ പൊസിഷനായി കണക്കാക്കിയിട്ടുള്ളത്. ഇനി പാസിന്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 536 പാസുകളാണ് ഇന്ന് FC ഗോവ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പഞ്ചാബ് FC ആണെങ്കിൽ 346 പാസുകൾ മാത്രമാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പാസിംഗ് ആക്യുറസിയിലേക്ക് നോക്കുകയാണെങ്കിൽ 81% FC ഗോവയുടെ ഭാഗത്തും 73% പഞ്ചാബ് FCയുടെ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇനി യെല്ലോ കാർഡിന്റെ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ FC ഗോവ ഇന്ന് ഒരു യെല്ലോ കാർഡ് പോലും വാങ്ങിക്കൂട്ടിയിട്ടില്ല. പഞ്ചാബ് FC ആണെങ്കിൽ 3 യെല്ലോ കാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇനി കോർണറിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ FC ഗോവ ഇന്ന് 9 കോർണറുകളാണ് എടുത്തിട്ടുള്ളത്. പഞ്ചാബ് FCക്ക് ആണെങ്കിൽ ഇന്ന് ഒരു കോർണർ പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഇന്നത്തെ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം പോയിന്റ് പട്ടിക ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 33 പോയിന്റോട് കൂടി 4-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഗോവയുള്ളത്. പഞ്ചാബ് FC ആണെങ്കിൽ വെറും 21 പോയിന്റോട് കൂടി പോയിന്റ് പട്ടികയിൽ 7-ാം സ്ഥാനത്തുമാണുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ 29 പോയിന്റോട് കൂടി നിലവിൽ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്ക് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.